2.5 പതിറ്റാണ്ട് പിന്നിട്ടു. റയലിൻ്റെ മൂന്നാം ഗലാറ്റിക്കോ നിരയാണ് ഇപ്പോൾ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവെള്ള കുപ്പായത്തിൽ പന്ത് തട്ടുന്നത്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബാപ്പെ, അർദ ഗുളർ എന്നിങ്ങനെ ഓരോ ദേശീയ ടീമിൻ്റെയും പോസ്റ്റർ ബോയ്കൾ ഒന്നിച്ച് കളിക്കുന്നൊരു നിര. പക്ഷേ 25 വർഷങ്ങൾക്കിപ്പുറം ടീമിൽ വീണ്ടും ആ പഴയ ഗലാറ്റിക്കോയിലെ പല പ്രശ്നങ്ങളും അതേപോലെ ഉടലെടുക്കുന്നു. താരങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷുകൾ, അതിനെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പിടിച്ചു നിർത്താനാവാതെ പാടുപെടുന്ന പരിശീലകൻ, ബദ്ധവൈരികളായ ബാഴ്സോഡ് മുതൽ ഇത്തിരി കുഞ്ഞൻ സെക്കൻഡ് ഡിവിഷൻ ടീമിനോട് വരെ തോറ്റ് കിരീടങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒന്നിൽ പിഴച്ചാൽ 3 എന്നത് വെറും ചൊല്ലായി മാത്രം പെരസിന് കാണേണ്ടി വരും. കാരണം തൻ്റെ ആദ്യ ഗലാറ്റിക്കോ തകർന്നടിഞ്ഞ അതേ രീതിയിൽ മൂന്നാം ഗലാറ്റിക്കോയും ആടിയുലയുന്നത് അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർലോ അൻസലോട്ടി, സാബി അലോൺസോ, അൽവാരോ അർബെലോ എന്നിങ്ങനെ 12 മാസത്തെ ഇടവേളയിൽ ഇത് മൂന്നാമത്തെ ആളാണ് റയലിൻ്റെ പരിശീലക കുപ്പായത്തിലെത്തുന്നത്. ആദ്യ ഗലാറ്റിക്കോയെ അനുസ്മരിപ്പിക്കുന്ന ചില സൂചനകൾ പോലെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പെരസിനും അയാളുടെ ഗലാറ്റിക്കോ പദ്ധതിക്കും ഒരു നല്ല കാലമുണ്ടായിരുന്നു. 2009 തൻ്റെ രണ്ടാം വരവിൽ അയാൾ നടപ്പിലാക്കിയ ഗലാറ്റിക്കോ 2.0. ബാലൻഡിയോർ ജേതാവായ കക്ക മുതൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസിമ എന്നിങ്ങനെ പിൻകാലത്ത് റയൽ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് കയറിയ ഒരുപാട് പേരെ പെരസ് തൻ്റെ രണ്ടാം വരവിൽ റയലിൻ്റെ കുപ്പായം അണിയിച്ചു. നിലവിലെ പരിശീലകൻ അൽവാരോ അർബെലോയെയും മുൻ പരിശീലകൻ സാബി അലോൺസോയും ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച 2009 സമ്മർ വിൻഡോ ഫുട്ബോളിലെ തന്നെ എക്കാലത്തെയും മികച്ച പ്രസൻറ്റേഷൻ സെറിമണിക്കാണ് സാക്ഷികളായത്.